പല്ല് തേക്കണം ഇത്രയും പേര്. അല്ലയോ ഇത്രയും പേരുടെ പല്ല് തേക്കണം ആദ്യമായിട്ടാ. ഇവിടെ ഒന്ന് പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ കയറിയാ. എന്നെ തിരക്കാൻ ഇവരൊക്കെ പല്ല് തേക്കുമെന്ന് എനിക്കറിയാൻ പറ്റത്തത്. എന്റെ ദൈവം ഈ എരുമയൊക്കെ പല്ല് തേക്കണേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മള് തേലക്കാടിനൊക്കെ പോകുമ്പോ ഒരു പല്ലിയൊക്കെ കണ്ടിട്ടില്ല. ഇവന്റെ ഒക്കെ കയ്യില് ഞാൻ മറ്റേ ഇത് കൊലഞ്ഞും കണ്ടിട്ടുള്ള പല്ല് തേക്കാനായിട്ട്. ഞങ്ങളിപ്പോ ഹോട്ടലിൽ വന്ന് ജസ്റ്റ് എല്ലാവരും വെയിൽ കൊണ്ടിരിക്കുകട്ടെ. ഇവിടെ തണുപ്പെന്ന് പറഞ്ഞു സൗണ്ട് ആണ്. സെൽഫി സെൽഫി എവിടെ കയറി നോക്കാം. അതിന്റെ മുകളിൽ എന്നാ ഉള്ള അതിന്റെ മുകളിൽ എന്നാ ഉള്ള എന്നാ ഉള്ള ഒന്നുകൂടി ഹൈറ്റിന് ആണോ? അത്ര ഉള്ള എന്നാ കേറ. അവന്റെ പടുബായിക്കോട്ട് കയറും. ഞാനും വരാം. ഞാനിപ്പോ വരാം. ഒന്ന് കേറിട്ട് വരാം. ഇവിടെ ഇത് തീരാട്ടാ. ഇച്ചിരി പൊക്കമുണ്ടല്ലോ. എടോ ഇവിടെ വാ. കിടില്ല. അടേ അമ്മു, എടി അമ്മു, മാജറേ വാ. എടി ഇതിന്റെ മുകളിൽ തീറ. വാ നല്ല പോക്ക. അറിയാ ഇതിന്റെ ബാസയുണ്ട് അവിടെ കിടന്ന് ഒരുങ്ങണ കിടന്നുണ്ട്. എടി ഇതിന്റെ മോളിൽ കാടി സൂപ്പർ അടി. ആ കിടക്കം വ്യൂ ആണാ. ഈ വാ. അപ്പൊ എല്ലാരും നമ്മള് മേളിലോട്ട് കയറ്റുക കേട്ടോ. അതിന്റെ വ്യൂ അത്യാവശ്യം അടിപൊളി വ്യൂ ആണ്. അല്ലെങ്കിൽ വ്യൂ കാണിച്ചു കൊടുത്തായിരുന്നു. നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഇപ്പൊ ആടി കേറി മാറി മുത്ത ഒരു മുത്ത് മാറി തുമ്പി കൈ ചാടിയാ മതി കളിയാ കാണിച്ചോണ്ട് തന്നെ. ഇതിന് പിന്നെ മരം കയറി പരിചയമുള്ളതുകൊണ്ട് എന്റെ കുഴപ്പമില്ല. ചാടി കയറി വരും. മുത്ത കേറി പാടി. ഇതാട്ടാ നമ്മുടെ ആകപ്പാടെ ഉള്ളൊരു എടാ സുന്ദര കിടോക്സ് കേറി വന്നേ. ഒരു ഫോട്ടോ എടുത്തതാ. ഫോട്ടോ എടുത്തതാടാ മാത്തില്ല. നീ എന്റെ തോളത്തോട്ടിരിക്കും, ഞാൻ കേറിത്തരാ. ഇതാരിത് മക്കളെ നീയായിരുന്നാ? എടാ സുന്ദര വാടാ. എടാ ഫോട്ടോ എടുത്തതാടാ. അയ്യോ മക്കുവേ ഇവിടുത്തെ വിഷയം കേട്ടാ. അളിയത് വിഷയം അടിപൊളി ചെയ്യുക. അപ്പൊ നമ്മളാകെപ്പാടെ ഒരു നൈസ് ഒരു ഹൈറ്റിലേക്ക് കയറിയിട്ടുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ച് എന്നാ പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഉണ്ട്.
ബാക്കിയെല്ലാവരും അവന്മാരെ കുറച്ച് പേരുണ്ട്. അളിയന് ഫുഡ് കിട്ടിയില്ല. തുമ്പിയൊക്കെ നീ തീറ് വെട്ടറ നിങ്ങൾ നോക്കേ നോക്കട്ടെ കണ്ണ് കാണിച്ച് ആ കടിക്കൊന്നും വേണ്ട. ആയിടാ ഇനി വന്നേ ഇളംപുല്ല് തരാം. എന്നെ ഇടിച്ച് കണ്ടെത്തിയിടുവെന്ന് അറിയില്ല. ഇനി വന്നേ ഇളംപുല്ല് അപ്പോൾ കൈക്കിട്ടടിക്കുമോ പട്ടി? ആ നല്ല കേട്ടാ, നല്ല കുതിര കേട്ടാ. ഇതാരോ ഇതിനെ അഴിച്ചു വിട്ടേ, ഇതിനെ കെട്ടിട്ട് വളർന്നാണ്. ഓത്താ ഇത് കാട്ടുപോത്ത്, ഇത് നാട്ടുപോത്താ. ഇത് ഫുണ്ടന്മാരത്. നമ്മൾ നിലവിൽ ഇപ്പം ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഊട്ടിയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങുവാണ്. അതെ എളിയൻ സിബിട്ടുണ്ട്. നമ്മുടെ അനീഷളി ഇറങ്ങി. ആ മുത്തക്ക ഏതാ സ്റ്റൈല്? എന്നാള് ഇതെന്നാ മുത്ത് കുഞ്ഞുണ്ണി ഇതിനെ ആ അവിടെ ജാക്കറ്റ് അടിച്ച് ഇവിടുന്ന് മാൽബറോ വോഡാഫോൺ ഇവിടെ ഇത് ആരുടെ സ്പോൺസർഷിപ്പ് ആട്ടോ. എടാ ഇറങ്ങി നിനക്കെന്താ പറയാനുള്ള? പറയാനില്ല, പോയിട്ട് പെട്ടെന്ന് വരാം, അത്ര പറയാനുള്ളൂ. നീ എന്ത് ഉദ്ദേശിച്ചാ ഞങ്ങളെ കൊണ്ടുവന്നത്? അപ്പൊ നമ്മളിത് ആ വ്യൂ പോയിന്റിലോട്ടും ഷൂട്ടിംഗ് പോയിന്റിലോട്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഉണ്ട്. ബിഗിലേ കുഞ്ഞുണ്ണി നമ്മള് ഷൂട്ടിംഗ് പോയിന്റിലോട്ടാ പോണത്. മെയിൻ ആയിട്ട് പോണതിന്റെ കാര്യം എന്ന് വെച്ചാൽ അളിയാക്കിയതല്ലേ അളിയാക്കിയത്. അളിയന്മാരുടെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. ഏത് അതിനു വേണ്ടിയാണ് നമ്മള്. പിന്നെ ഉള്ളത് ചെയ്യാ നമ്മുടെ മുത്തേ നമുക്കൊരു വീഡിയോ എടുക്കാം. നിന്റെ അളിയന്റെ ഏത്? ഓക്കെ അളിയാ ഓക്കെ അല്ലേ? ഇത് അങ്ങേറ്റം വരെ കയറി പോണം. അളിയ ആവശ്യമില്ലാത്ത കുറയില്ല കേട്ടോ. അവരെല്ലാം പട്ടിയേ കുഞ്ഞുണ്ടേ പട്ടിയെ വിളിച്ചു കുഞ്ഞിന് പേര് മക്കേ. അയ്യോ ഇതല്ലാണത്, വയറ്റതല്ലാണത് അവനെ. എന്തൊക്കെ കഷ്ടപ്പാട്
ഇങ്ങനെയൊക്കെ ചോന്ന് മേടിക്കൊണ്ടിരുന്നു. അളിയാ 100 rupees അത് മതിടാ. മതി. ചലഞ്ച് അപ്പോൾ ഷൂട്ടിംഗ് പോയിന്റ് ഏകദേശം നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ചുമ്മാ കയറുന്ന ബുദ്ധിമുട്ടാട്ടാ. അപ്പോഴാണ് ഒരുത്തന്നെ തൊള്ള തന്നെ കയറണം. നിങ്ങളെ ഒന്നാണോ? നിങ്ങളെ ഒന്നാണോ? അവൻ പേടിയാട്ടോ. ഇവിടെ ഉണ്ട്, അവൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ബാബേ ബാബുണ്ടാ? വേറെ ബാബുണ്ട്. ഇപ്പൊ വരാ. എന്തിനാ മറ്റേ ബാബു എന്തിനാ? ഇവിടെ അവനിച്ച് മുറ്റു ബാബു കേട്ടോ. അവൻ അടിച്ച തികടിയായിരിക്കും. എവിടെ ബാബു? ബാബേ എന്നാടാ നിങ്ങളൊരു കമ്പനി ഉണ്ടോ? ബാബേ ഇങ്ങോട്ട് വന്നടാ. പഠിക്കാൻ വിട്ടാ പഠിക്കാൻ പോണായിരുന്നു. ഈ പുള്ളകളിയായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെവിടെ ഇത്? മെയിനാ എവിടെ ബാബു? ഇതിന് സിനിമയിലൊക്കെ കാണുന്നത് പോകാനും നമ്മുടെ വേൾഡിൻ്റെ ഉണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മളൊരു കൂട്ടുകാരനെ അത് കാണിച്ചു കൊടുത്തേക്കാം. നല്ലതാണെന്നാണ് അവൻ വിചാരിക്കണത് ഫോട്ടോ. പക്ഷെ അത് കൊള്ളിയല്ല. ഇതിന് ഒറ്റ പ്രതിവിധിയുള്ളല്ലേ? ഇല്ല, നമ്മളൊന്നും ഇങ്ങനെ ഇതിവിടെ ഉണ്ടല്ലോ സാധനം.